Dear students, welcome to Learner's World. In this video, I'm going to talk about a play, The Death of a Salesman by Arthur Miller, FIUGP, English Language Skill for Humanities and other BA programs, first semester, Calcutta University. Arthur Miller was born in New York City into a family running textile manufacturing business. The Great Depression led the family business to run and they moved to Brooklyn to lead a humble living. His 1949 work, Death of a Salesman, received the Pulitzer Prize. ആർതർ മില്ലർ ന്യൂയോർക്കിൽ ആണ് ബോൺ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഫാമിലി ഒരു ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് ബിസിനസ്സായിരുന്നു. അവരൊരു ഗ്രേറ്റ് ഡിപ്രഷനിലായിരുന്നു. അത് അവരുടെ ഫാമിലി ബിസിനസ് നശിക്കാൻ കാരണമായി. അങ്ങനെ അവർ ബ്രൂക്ലിനിലേക്ക് അവർ മൂവ് ചെയ്തു. അവിടെ ഒരു ലളിതമായ ജീവിതമായിരുന്നു അവർ ലീഡ് ചെയ്തിരുന്നത്. ഈ ഒരു ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു 1949 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്ലേക്ക് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. Then about the death of a salesman. The idea for the play conceptualized years back in a short story Miller wrote at the age of 17. അപ്പോൾ ഈ ഒരു പ്ലേ എഴുതാനുണ്ടാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് ആർതർ മില്ലറിന് 17 ഇയേഴ്സ് ഓൾഡായ സമയത്ത് അദ്ദേഹം ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. ആ ഒരു സ്റ്റോറിയാണ് ഈ ഒരു പ്ലേ ഉണ്ടാവാനുള്ള കാരണം. The story tells the tale of an aging salesman who is unable to sell anything, is abused by his customers and who always borrows money from the young narrator. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു വയസ്സായിട്ടുള്ള ഒരു സെയിൽസ്മാൻ ആണ്. അദ്ദേഹത്തിന് ഒന്നും വിൽക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രായം കാരണം അദ്ദേഹത്തിന് ആ ഒരു പുതിയ തലമുറയിലേക്ക് മാറാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല, തലമുറയുടെ ആ ഒരു ചിന്താഗതിയിലേക്ക്. അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ അബ്യൂസൊക്കെ നിരന്തരം ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങേണ്ട അവസ്ഥയ്ക്ക് വരുന്നുണ്ട്. നരേറ്ററുടെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങിയിട്ടുണ്ട്. അതായിരുന്നു ആ ഒരു സ്റ്റോറി. The story remained unpublished, but the idea was alive in Miller's mind. പക്ഷേ ആ ഒരു ഷോർട്ട് സ്റ്റോറി അൺപബ്ലിഷ്ഡ് ആണ്, അത് പബ്ലിഷ് ചെയ്തില്ല. പക്ഷേ ആ ഒരു സ്റ്റോറിയുടെ ആ ഒരു ഐഡിയ അദ്ദേഹത്തിൻ്റെ മില്ലറുടെ മൈൻഡിൽ തങ്ങി നിന്നിരുന്നു. The Great Depression which impacted the life of Miller and his family is the base of the story. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ ബേസ് എന്ന് പറയുന്നത്, അടിത്തറ എന്ന് പറയുന്നത് അവരുടെ ഫാമിലി അനുഭവിച്ചിട്ടുള്ള ആ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ തന്നെയായിരുന്നു. അവരുടെ ഫാമിലി ബിസിനസ് അതുമൂലം തകർന്നിട്ടുണ്ടായിരുന്നു. അതുതന്നെയായിരുന്നു ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. വില്ലി ലോമാൻ ഓൾസോ ഫൈൻഡ് റിസംബ്ലൻസ് ഇൻ മാനി ന്യൂമാൻ, മില്ലർ സെയിൽസ്മാൻ അങ്കിൾ, ഹു ഡെസ്പൈറ്റ് ഹിസ് ഫിനാൻഷ്യൽ ആൻഡ് പ്രൊഫഷണൽ ഫെയിലിയേഴ്സ് വാസ് ഡിറ്റർമൈൻഡ് ടു സർവൈവ്, സ്ട്രെങ്തൻഡ് ബൈ ഹിസ് അൺറിയലിസ്റ്റിക് ഒപ്റ്റിമിസം. അപ്പോൾ അദ്ദേഹം വില്ലി ലോമാൻ എന്ന് പറയുന്നതാണ് ഇതിലെ സെൻട്രൽ ക്യാരക്ടർ. അത് ആർതർ മില്ലറിൻ്റെ അങ്കിളുമായിട്ട് സാമ്യമുണ്ട് എന്നാണ് പറയുന്നത്. മാനി ന്യൂമാനുമായിട്ട് സാമ്യമുണ്ട്. അവരുടെ ആ ഒരു ബിസിനസ്സൊക്കെ തകർന്നു. അവർക്കൊരു ഫിനാൻഷ്യൽ ആൻഡ് പ്രൊഫഷണൽ ഫെയിലിയർ വന്നു. അതിൽ നിന്നൊക്കെ അവർക്ക് സർവൈവ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടായിരുന്നു. അതുപോലെ അവർ സർവൈവ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒപ്റ്റിമിസത്തിലൂടെ ആയിരുന്നു. അത് അവർക്കൊരു സ്ട്രെങ്ത്തൊക്കെ നൽകി എന്നാണ് പറയുന്നത്. ദ പ്ലേ പ്രസൻറ്റ് ദ ലൈഫ് ഓഫ് എ ലോമാൻ ഫാമിലി, വില്ലി ലോമാൻ, ദ സെയിൽസ്മാൻ, ലിൻഡ ലോമാൻ, ഹിസ് വൈഫ് ആൻഡ് ബ്ലിഫ് ആൻഡ് ഹാപ്പി, ദേ 2 സൺസ്. അപ്പോൾ ഇതിലുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ലോമാൻ ഫാമിലിയാണ്. വില്ലി ലോമാനാണ് ഇതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ. അതാണ് ഈ ഒരു സെയിൽസ്മാൻ. ലിൻഡ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫാണ്. ബ്ലിഫ് ആൻഡ് ഹാപ്പി എന്ന് പറയുന്നത് അവരുടെ 2 മക്കളാണ്. ദ പ്ലേ അഡ്രസ്സസ് ദ തീം ഓഫ് ലോസ് ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് ദ ഹ്യൂമൻ ബീയിങ്സ് ഇന്നബിലിറ്റി ടു ആക്സെപ്റ്റ് ചേഞ്ച് ബോത്ത് ഇൻ ഹിംസെൽഫ് ആൻഡ് ഇൻ ദ സൊസൈറ്റി. അപ്പോൾ ഈ ഒരു പ്ലേ അഡ്രസ്സ് ചെയ്യുന്നത് ഐഡൻറ്റിറ്റി ലോസാണ്. അതുപോലെ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അവർക്ക് മാറ്റങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയെ കുറിച്ചിട്ട് ഇത് പറയുന്നുണ്ട്. ഇതിൽ ആ ഒരു വില്ലി ലോമാനും മാറ്റങ്ങൾ അംഗീകരിക്കുന്നില്ല, അതുപോലെ സമൂഹവും മാറ്റങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ദ പ്ലേ പോർട്രേയിങ് ദ ലാസ്റ്റ് 24 hours ഓഫ് വില്ലി ലോമാൻസ് ലൈഫ്. അപ്പോൾ ഈ ഒരു പ്ലേ
ചിത്രീകരിക്കുന്നത് വില്ലി ലോമാൻ്റെ അവസാനത്തെ 24 ഹവേഴ്സാണ്, ആ ഒരു ജീവിതമാണ്. വില്ലി എ 60-year-old സെയിൽസ്മാൻ ഈസ് ടയേർഡ് ആൻഡ് വോൺ ഔട്ട് ആൻഡ് ക്യാൻ നോ ലോങ്ങർ അറ്റാക്ട് കസ്റ്റമേഴ്സ്. അപ്പോൾ വില്ലി ലോമാൻ ഒരു 60-year-old ആയിട്ടുള്ളൊരു വൃദ്ധനാണ്, വളരെയധികം ക്ഷീണിതനാണ്. കസ്റ്റമേഴ്സിനെ ഒന്നും അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, സെയിൽസ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ദ വേൾഡ് അറൗണ്ട് ഹാസ് ചേഞ്ച്ഡ് കൺസിഡറബിളി ആൻഡ് വില്ലി സ്റ്റിൽ സ്റ്റിക്സ് ഓൺ ടു ഹിസ് ഏജ് ഓൾഡ് സെയിൽസ് ടെക്നിക് വിച്ച് ഡു നോട്ട് ഹെൽപ്പ് ഹിം എനിമോർ. അതായത് ലോകം മാറി, വില്ലി ലോമാൻ്റെ ചുറ്റുമുള്ള ആ ഒരു ലോകം മാറിയിട്ടുണ്ട്, പക്ഷേ വില്ലി ലോമാന് മാറാൻ കഴിഞ്ഞില്ല. അദ്ദേഹം എപ്പോഴും അവിടെ സ്റ്റിക്ക് ഓണായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓൾഡ് സെയിൽസ് ടെക്നിക്സുകളൊക്കെ ഉപയോഗിക്കുകയാണ്, പക്ഷേ അതൊന്നും ഇപ്പോഴത്തെ ആ ഒരു സെയിൽസ് ടെക്നിക്കുമായിട്ട് കൂട്ടിമുട്ടാൻ കഴിയുന്നില്ല. സെയിൽസ് ഒന്നും നടക്കുന്നില്ല, കസ്റ്റമേഴ്സിനെ ഒന്നും അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഹിസ് ഒപ്റ്റിമിസം ആൻഡ് ഫെയ്ത്ത് ഇൻ ദ സിസ്റ്റം സീംസ് ടു ബി അബ്സേർഡ് ആൻഡ് പതറ്റിക്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശുഭാപ്തി വിശ്വാസം, അദ്ദേഹത്തിൻ്റെ ആ ഒരു സിസ്റ്റത്തിനോടുള്ള ആ ഒരു ഓൾഡ് സിസ്റ്റത്തിനോടുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസം, അത് അദ്ദേഹത്തിന് ഒരു അബ്സേർഡിറ്റി, അതായത് മണ്ടത്തരങ്ങളിലേക്കും അതുപോലെ ഒരു പത്തറ്റിക്കായിട്ടുള്ള ഒരു കണ്ടീഷനിലേക്കുമാണ് നയിക്കുന്നത്. വില്ലി സൊല്യൂഷൻസ് ഫെയിലിയേഴ്സ് ആൻഡ് ഫാമിലി റിലേഷൻഷിപ്പ് ഫോം ദ ക്രക്സ് ഓഫ് ദ സ്റ്റോറി. അപ്പോൾ ഈ പ്ലേയുടെ ഒരു സെൻട്രൽ തീം എന്ന് പറയുന്നത് വില്ലി ലോമാൻ്റെ ഇല്യൂഷൻസ്, ഫെയിലിയേഴ്സ്, ഫാമിലി റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടുള്ളൊക്കെയാണ്. ദ പ്ലേ എൻഡ്സ് വിത്ത് വില്ലി സൂയിസൈഡ് ആൻഡ് സബ്സിക്വൻറ്റ് ഫ്യൂണറൽ. അപ്പോൾ ഈ ഒരു പ്ലേ എൻഡ് ചെയ്യുന്നത് വില്ലി ലോമാൻ്റെ സൂയിസൈഡ്, അതുമൂലമുള്ള അദ്ദേഹത്തിൻ്റെ ഫ്യൂണറലൊക്കെ ആയിട്ടാണ് ഈ ഒരു പ്ലേ എൻഡ് ചെയ്യുന്നത്. ദ പാർട്ട് പ്രിസ്ക്രൈബ്ഡ് ഫോർ സ്റ്റഡി ഒക്കേഴ്സ് ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ആക്ട് 1. പക്ഷേ നമുക്ക് ഈ ഒരു സ്റ്റോറി മുഴുവൻ പഠിക്കാനില്ല. സ്റ്റോറി മീൻസ് ഈ ഒരു പ്ലേ മുഴുവൻ പഠിക്കാനില്ല. അതിൽ ആക്ട് 1, ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ആക്ട് 1 മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. വെൻ എക്സോസ്റ്റഡ് വില്ലി ടോക്സ് ടു ഹിസ് വൈഫ് ലിൻഡ. ഈ ഒരു ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ആക്ട് 1 വില്ലി ലോമാൻ തൻ്റെ ഭാര്യയായിട്ടുള്ള ലിൻഡനോട് സംസാരിക്കുന്നതാണ്. ക്ഷീണിതനായിട്ട് തിരിച്ചു വരുന്ന വില്ലി ലോമാൻ ലിൻഡനോട് സംസാരിക്കുന്ന ഒരു രംഗമാണ്. ദ പാർട്ട് പ്രൊജക്ട്സ് വില്ലി ലോമാൻസ് ഹോപ്സ് ആൻഡ് ഹോപ്പ്ലെസ്നെസ് ആൻഡ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് വൈഫ് ലിൻഡ. അപ്പോൾ ഈ ഒരു പാർട്ടിൽ പറയുന്നത്, ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത് വില്ലി ലോമാൻ്റെ പ്രതീക്ഷകളും അതുപോലെ പ്രതീക്ഷ ഇല്ലായ്മയും അദ്ദേഹത്തിൻ്റെ വൈഫ് ലിൻഡയുമായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെയാണ് പറയുന്നത്. ഓക്കെ. ഫസ്റ്റ് പാർട്ട് ഓഫ് ആക്ട് 1, ദ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. ദ കർട്ടൻ റൈസസ് ഓൺ വില്ലി ലോമാൻസ് ഹൗസ് ഇൻ ബ്രൂക്ലിൻ. The house, with a small backyard, looks fragile next to the tall apartment buildings that surrounded it. അപ്പോൾ ഈ ഒരു പ്ലേ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് പറയുന്നത്. വില്ലി ലോമാൻ്റെ വീടാണ്, അതൊരു ഫ്രജൈൽ ലുക്കാണ്, അതായത് ഒരു ദ്രവിച്ച പൊട്ടിപ്പൊളിഞ്ഞ് പഴയ ഒരു പൊട്ടിപ്പൊളിയാനായിട്ടുള്ള ഒരു വീടാണ്. അതിൻ്റെ അടുത്ത് വലിയ കൂറ്റൻ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്സ് ഉണ്ട് അതിന് ചുറ്റും എന്നാണ് പറയുന്നത്. വില്ലി ലോമാൻ, എ 60-year-old ട്രാവലിംഗ് സെയിൽസ്മാൻ, റിട്ടേൺസ് ഹോം ലേറ്റ് അറ്റ് നൈറ്റ് വിസിബിളി എക്സോസ്റ്റഡ്. അപ്പോൾ വില്ലി ലോമാൻ എന്ന് പറയുന്നത് ഒരു 16-year-old ആയിട്ടുള്ള ഒരു ട്രാവലിംഗ് സെയിൽസ്മാൻ ആണ്. അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്, വളരെയധികം ക്ഷീണിതനായിട്ടുണ്ട്. ഹിസ് കെയറിംഗ് വൈഫ് ലിൻഡ ഗ്രീറ്റ്സ് ഹിം എക്സ്പ്രസിങ് ഹെർ കൺസേൺ. അപ്പോൾ ഹസ്ബൻഡ് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കെയറിംഗ് വൈഫായിട്ടുള്ള ലിൻഡ അവരെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുന്നുണ്ട്. വില്ലി എക്സ്പ്ലെയിൻസ് ദാറ്റ് ഹി കുഡിൻറ്റ് കോൺസെൻട്രേറ്റ് ഓൺ ഡ്രൈവിംഗ് ആൻഡ് ഓൾമോസ്റ്റ് ഹാഡ് ആൻ ആക്സിഡൻറ്റ് ഡ്യൂ ടു ഹിസ് മൈൻഡ് ഡ്രിഫ്റ്റിംഗ്. അപ്പോൾ വില്ലി ലോമാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് ഡ്രൈവിങ്ങിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവാനൊക്കെ കാരണമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൈൻഡ് ഡ്രിഫ്റ്റിംഗ് ആണ്, അതായത് മൈൻഡ് സ്ഥിരത ഇല്ല, അതായത് ഒരു സ്ഥലത്ത് ഫിക്സ്ഡ് അല്ല, മൈൻഡ് ഇങ്ങനെ വ്യതിചലിച്ചുകൊണ്ടിരിക്കുകയാണ്. He mentioned that he kept veering off the road, especially on the highway, raising concern about his declining mental stability and physical ability. അപ്പോൾ വൈഫിനോട് പറയണം, ഹൈവേയിലൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒക്കെ ഇങ്ങനെ വ്യതിചലിച്ച് പോവുകയാണ്, എനിക്ക് എൻ്റെ കൺട്രോളിൽ വരുന്നില്ല, എൻ്റെ
അദ്ദേഹത്തിൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റി ആൻഡ് ഫിസിക്കൽ എബിലിറ്റിനെ കുറിച്ചിട്ട് പറയുകയാണ്. അതായത് ഞാൻ മെൻ്റലി വീക്കാണ്, അതുപോലെ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഞാൻ വീക്കാണെന്ന് അദ്ദേഹം ഭാര്യയോട് പറയുകയാണ്. ലിൻഡ ട്രൈസ് ടു കംഫർട്ട് ഹിം, സജസ്റ്റിംഗ് ദാറ്റ് വില്ലി കുഡ് റിക്വസ്റ്റ് എ ട്രാൻസ്ഫർ ടു എ പൊസിഷൻ ക്ലോസർ ടു ഹോം. അപ്പോൾ ലിൻഡ ഹസ്ബൻഡിനോട് ഒരു കംഫർട്ട് അദ്ദേഹത്തിന് സാന്ത്വനിപ്പിച്ചുകൊണ്ട് പറയാണ്, ഒരു സജഷൻ നൽകുകയാണ്, ഒരു നിർദ്ദേശം നൽകുകയാണ്, ഒരു ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് നിങ്ങൾ അപേക്ഷിക്കണം. അതായത് നമ്മുടെ വീടിനടുത്ത് എവിടെയെങ്കിലും ഒരു പൊസിഷന് വേണ്ടിയിട്ട് നിങ്ങൾ അപേക്ഷിക്കണം എന്ന് പറയാണ്. വിൽ ഇനീഷ്യലി ഡിസ്മിസസ് ദ ഐഡിയ ആസ് ഹി ഫീൽസ് ദാറ്റ് ദ ന്യൂ ബോസ് ഡസൻ അപ്രീഷിയേറ്റ് ഹിസ് കോൺട്രിബ്യൂഷൻസ്. തുടക്കത്തിൽ വില്ലി എന്ത് ചെയ്തു, ആ ഒരു സജഷൻ ഡിസ്മിസ് ചെയ്തു, അത് അക്സെപ്റ്റ് ചെയ്തില്ല. അദ്ദേഹം വിചാരിച്ചത് ബോസ് എൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒന്നും ബോസ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല, അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഈ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുമ്പോൾ, ഈ ഒരു കാര്യം സജസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം അത് അംഗീകരിക്കാൻ സാധ്യതയില്ല. ഹി അഗ്രീസ് ടു റിക്വസ്റ്റ് ട്രാൻസ്ഫർ ആഫ്റ്റർ ഹിസ് വൈഫ് അഡ്വൈസ്. അങ്ങനെ വൈഫിൻ്റെ അഡ്വൈസിന് ശേഷം അദ്ദേഹം എഗ്രി ചെയ്തു ഒരു ട്രാൻസ്ഫറിന് റിക്വസ്റ്റ് നൽകാമെന്നുള്ളത്. ദ കപ്പിൾ ദെൻ ഡിസ്കസസ് ദെയർ സൺ ബ്ലിഫ് ഹു ഹാസ് യെറ്റ് ടു സെറ്റിൽ ഇൻ ടു എ കരിയർ ഡെസ്പൈറ്റ് ടേണിംഗ് 34. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മകനാണ് ബ്ലിഫ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അവനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക. അവന് 34 അവനായി, അവനിപ്പോഴും ഒരു കരിയർ സെറ്റിലായിട്ടില്ല എന്ന് പറയാണ്. വില്ലി തിങ്സ് ഹിസ് സൺ ഈസ് ലേസി ആൻഡ് ക്രിറ്റിസൈസസ് ഹിസ് വർക്ക് ആസ് എ ഫാം ഹാൻഡ്. അപ്പോൾ വില്ലി വിചാരിക്കുകയാണ് തൻ്റെ മകൻ ഒരു ലേസിയാണ്, ഒരു മടിയനാണ്, അവനെ ക്രിട്ടിസൈസ് ചെയ്യണം, അവനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം. അവനിപ്പോഴും ആ ഒരു ഫാം ഹാൻഡ് വർക്കിലാണ്, ആ ഒരു ഫാം ഹാൻഡ് വർക്കിനെ അദ്ദേഹം വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ലിൻഡ ഡിഫെൻഡ്സ് ഹിം ബൈ സേയിങ് ഹി ഈസ് സ്റ്റിൽ ഫിഗറിങ് തിങ്സ് ഔട്ട് ആൻഡ് ഫൈൻഡിങ് ഹിംസെൽഫ്. അപ്പോൾ ലിൻഡ അതിനെ ഡിഫെൻഡ് ചെയ്തു, അതിനെ ഡിസഗ്രി ചെയ്തിട്ട് പറയാണ്, അവനിപ്പോഴും കാര്യങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്, അവൻ്റേതായിട്ടുള്ളൊരു പൊസിഷനിലെത്തും, അവന് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. വില്ലി ഷോസ് ഹോപ്പ് ഇൻ ഹിസ് സൺ ആസ് ഹി റിമെമ്പേഴ്സ് ദ പൊട്ടൻഷ്യൽ ഹി ഷോ ഡ്യൂറിങ് ഹിസ് സ്കൂൾ ഡേയ്സ് ആൻഡ് റിവീൽ ഹിസ് പ്ലാൻ ടു ഫൈൻഡ് ഹിം എ പൊസിഷൻ ഇൻ സെയിൽസ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വില്ലി ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ച് അദ്ദേഹത്തിനൊരു ഹോപ്പ്, അവനിലൊരു പ്രതീക്ഷയൊക്കെ വന്നു. അതായത് അദ്ദേഹം ചിന്തിച്ചത് ഇതാണ്, അതായത് ഈ ഒരു ബ്ലിഫ് സ്കൂൾ ഡേയ്സിൽ നല്ല പൊട്ടൻഷ്യലുള്ളൊരു കുട്ടിയായിരുന്നു. സ്കൂൾ ഡേയ്സിൽ അവൻ്റെ ആ ഒരു പ്ലാൻ, അവൻ്റെ ആ ഒരു സെയിൽസിലുള്ള ഒരു പൊസിഷൻ അവൻ റിവീൽ ചെയ്ത ആ ഒരു മൊമെൻ്റ് ഓർത്ത സമയത്ത് അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷ അവനിൽ വന്നു. ലിൻഡ then invited Willie to dinner and tells him she prepared American cheese instead of regular Swiss cheese for a change. ലിൻഡ അദ്ദേഹത്തെ ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് അമേരിക്കൻ ചീസിന് പകരമായിട്ട് റെഗുലർ സ്വിസ് ചീസിന് പകരമായിട്ട് ഞാൻ അമേരിക്കൻ ചീസാണ് ഇന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്. ബട്ട് ഹി rejected as he is unwilling to try it, giving a deeper insight into his stubborn character who is reluctant to adapt to the changes in the world. പക്ഷേ അദ്ദേഹം അത് റിജക്റ്റ് ചെയ്തു, അദ്ദേഹം അത് ട്രൈ ചെയ്യാൻ തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റബേൺ ക്യാരക്ടർ, ഒരു മുരടൻ സ്വഭാവം അവിടെ പ്രകടിപ്പിച്ചു. അദ്ദേഹം ചേഞ്ചസ്, അതായത് ലോകത്ത് നടക്കുന്ന ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാൻ മടി കാണിക്കുന്ന ആളാണ് Willie Loman. The conversation then becomes nostalgic. Willie resents the rise of apartment buildings around their house symbolizes a world that has moved past him. പിന്നീട് വില്ലി ഇങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ വീടിൻ്റെ അടുത്ത് ഉയർന്നു വന്നിട്ടുള്ള വലിയ കൂറ്റൻ അപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ച് ചിന്തിക്കുകയാണ്. അതൊക്കെ അതിനൊക്കെ ഒരു നീരസത്തോടെയാണ് അദ്ദേഹം കാണുന്നത്. അതൊക്കെ സിംബലൈസ് ചെയ്യുന്നത് എ വേൾഡ് ദാറ്റ് ഹാസ് മൂവ്ഡ് പാസ്റ്റ് ഹിം, അദ്ദേഹത്തെക്കാളും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തെയാണ്. അദ്ദേഹം ഇപ്പോഴും പിറകിലാണ്, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തെയാണ് ഇത് സിംബലൈസ് ചെയ്യുന്നത്. ഹി റിക്കോൾസ് ദ trees surrounding their home which they lost to urban development. അദ്ദേഹം പിന്നീട് ഓർത്തെടുക്കുകയാണ്, ഒരു ട്രീ ഉണ്ടായിരുന്നു. ട്രീ മീൻസ് ഒരു ഇലഞ്ഞിമരം ഉണ്ടായിരുന്നു അവൻ്റെ വീടിനടുത്ത്, അതിപ്പോൾ നഷ്ടപ്പെട്ടു urban ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്. ദിസ് മെമ്മറി മേക്സ് ഹിം ഇമോഷണൽ ആൻഡ് ഹി പ്രോമിസസ് നോട്ട് ടു ബി ജഡ്ജ്മെൻ്റൽ ഓഫ് ഹിസ് സൺ. അപ്പോൾ ഈ ഒരു മെമ്മറി അദ്ദേഹത്തിന് വളരെ ഇമോഷണലാക്കി അദ്ദേഹം പിന്നീട് പ്രോമിസ് ചെയ്യുകയാണ്, ഞാൻ ഒരിക്കലും ഇനി എൻ്റെ മകനെ ജഡ്ജ് ചെയ്യില്ല. വില്ലി അക്നോളജസ് ദാറ്റ് ഹിസ് സൺ ഹാസ് ദ ഫ്രീഡം ടു ചൂസ് ഹിസ് കരിയർ. അദ്ദേഹം പിന്നീട് മനസ്സിലാക്കുകയാണ്, എൻ്റെ മകന് അവൻ്റെ കരിയർ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്.
ദിസ് റിക്കറിങ് ഡിനയൽ ആൻഡ് കൺഫ്രണ്ടേഷൻ ഇല്ലുസ്ട്രേറ്റ് ഹിസ് ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി. ഈ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിനയൽ, അതായത് വില്ലി ലോമാൻ്റെ തുടർച്ചയായിട്ടുള്ള ഈ ഒരു റിജക്റ്റ് ചെയ്യൽ, അതായത് ഡിനൈ ചെയ്യൽ, അതുപോലെ കൺഫ്രണ്ടേഷൻ, ഇതൊക്കെ അദ്ദേഹത്തിന് ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റിനെയാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൈൻഡ് സ്ഥിരത ഇല്ല, ഇൻസ്റ്റബിലിറ്റിയാണ്, അതായത് അസ്ഥിരതയാണ്. അതായത് മൈൻഡ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മെൻ്റലി ഇമോഷണലി അദ്ദേഹം വീക്കാണെന്ന് പറയാണ്. ഓക്കെ, താങ്ക് യു.